വളരെ പ്രയാസത്തിലൂടെ പോവാണ്. വാട്ട് ഈസ് നെക്സ്റ്റ് എന്ന് അറിയാതെ ഇങ്ങനെ ഇരിക്കുന്നു. ഭയങ്കര സ്ട്രെസ് ഉണ്ട്, വീട്ടിൽ നിന്ന് കുറേ പ്രഷറുകളുണ്ട്, ഫ്രണ്ട്സുകളുടെ ഭാഗത്തു നിന്നൊക്കെ കുറേ ഉപദേശങ്ങളും നന്നാക്കാൻ വേണ്ടിയിട്ടുള്ള ഉപദേശങ്ങളും ചോദ്യം ചെയ്യലുകളൊക്കെ ഉണ്ട്. പക്ഷേ എനിക്കറിയില്ല, എന്തോ ഒന്ന് എന്നെ ആ അക്കാഡമിക് ഏരിയയിലേക്ക് കൊണ്ടുപോകുന്നില്ല. എന്നെ ഇൻസ്പയർ ചെയ്യുന്ന വേറെ എന്തൊക്കെയോ കാര്യങ്ങളായതുകൊണ്ട് ആരോടും പറഞ്ഞ് മനസ്സിലാക്കാനും പറ്റില്ല. എനിക്കും അറിയില്ല വാട്ട് ഈസ് നെക്സ്റ്റ് എന്നുള്ളൊരു സംഭവം. അപ്പം ഇതെനിക്ക് ഇങ്ങനെ കണക്ട് ചെയ്ത് കിട്ടിയപ്പോഴാണ് ഞാൻ ഏഡിയൻ ടോക്സ് എന്ന പേരിലേക്ക് എത്തുന്നതും, എന്നാൽ ഏഡിയൻ സംസാരിക്കട്ടെ, ഏഡിയൻ ടോക്സ് എന്നുള്ള മോഡിലേക്ക് എത്തുന്നതും. എൻ്റെ മിഷൻ എന്ന് പറയുന്നത് ഈ മോഡിലാണ് കൊണ്ടുപോകാനുള്ളത്. ഇതിനി ബാക്കി എന്താണെന്ന് എനിക്കറിയില്ല. 9th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന സമയം മുതൽ തന്നെ ഞാൻ ആക്ച്വലി ഈ പഠിപ്പിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളായിരുന്നു. ക്ലാസ് എടുക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ സാറിൻ്റെ ക്ലാസ്സിൽ ഞാനൊരു ക്ലാസ് എടുക്കാമെന്ന് പറഞ്ഞാൽ എനിക്ക് മുട്ട് വരയ്ക്കുന്ന ഒരു കാര്യം തന്നെ ആയിരുന്നതാണ്. സ്റ്റിൽ എനിക്ക് ആ പേടിപ്പോയുണ്ട് സാറിൻ്റെ ക്ലാസ്സുകൾ നോക്കുമ്പോൾ. വിജയൻ സാറെ 2 ദിവസത്തെ ഒരു വർക്ക്ഷോപ്പിന് പോയപ്പോഴാണ് ഗോൾ എഴുതാൻ പറഞ്ഞപ്പോൾ ആ ഗോളിൽ ഞാൻ വെറുതെ ഈ കിട്ടിയാൽ കിട്ടി പോയാൽ പോയി എന്ന രീതിയിൽ എഴുതി വെച്ചൊരു സംഭവമായിരുന്നു എനിക്കൊരു ഇൻ്റർനാഷണൽ ട്രെയിനർ ആകുന്നുള്ള കാര്യം. ഈവൻ ആ മിസ്സിനെ പറ്റിയിട്ട് വരെ ഞാൻ കവിതകളൊക്കെ എഴുതിയിട്ട് മിസ്സിന് കൊടുത്തിട്ടുണ്ടായിരുന്നു. എൻ്റെ നേരം പോക്കുകളും രസം കഥായിരുന്നു. പക്ഷേ അങ്ങനത്തെ ഒരു സംഭവം ഇല്ലാണ്ട് ഇപ്പോൾ ലൈഫ് മൊത്തത്തിൽ ട്രെയിൻഡായി തോന്നുന്ന ഒരു ഘട്ടത്തിലെത്തിയപ്പോഴാണ് 6 മാസം കൊണ്ട് തന്നെ ഞാനത് ഡ്രോപ്പ് ചെയ്ത് വരുന്നത് എന്നുള്ള. ഇതൊന്നും പോരാ, എനിക്ക് ഇതിനേക്കാളും കൂടുതൽ കാര്യങ്ങൾ ചെയ്യണം. പക്ഷെ അതൊരിക്കലും ഒരു എന്താ പറയുക, ഒരു ആർത്തി മൂത്തിട്ട് ഉണ്ടാകുന്ന സംഭവമായിട്ടല്ല എനിക്ക് തോന്നിയത്. ഒരു ക്ലിയർ കട്ടായിട്ടുള്ള സ്ട്രോങ് ആയിട്ടുള്ള ഒരു വിഷനോ ഒറ്റ വരുന്ന പോലെ എനിക്കത് ഫീൽ ചെയ്തിട്ടുണ്ട്. ആ ഫീലിങ്സ് ശരിക്കും നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റും. ഞാൻ തന്നെ ചിന്തിക്കുകയും എവിടുന്നാണ് എനിക്ക് വിസ്ഡംസ് ഒക്കെ വരുന്നത്, എവിടുന്നാണ് ഇത്രത്തോളം ക്ലാരിറ്റി, ഇത്രത്തോളം കണക്ഷൻസ്, ഇത്രയും ഫ്ലോയിൽ വിസ്ഡം കിട്ടിക്കൊണ്ടിരിക്കുന്നത്, ഞാൻ തന്നെ പലപ്പോഴും അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട്. ഈ നമ്മുടെ ലൈഫ് ഭയങ്കര പർപ്പസ്ഫുൾ ആവാന്ന് പറയുമ്പം ഞാൻ എൻ്റെ ലൈഫിൽ നിന്ന് മനസ്സിലാക്കിയുള്ള ഒരു കാര്യം, ശരിക്കും നമ്മളെ ലൈഫ് എപ്പോഴും നമ്മളിങ്ങനെ എമേസ് ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കും, ഞെട്ടിപ്പിച്ചുകൊണ്ടിരിക്കും, അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കും എന്നുള്ളതാണ്. ഒരു 9th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന സമയം മുതൽ തന്നെ ഞാൻ ആക്ച്വലി ഈ പഠിപ്പിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളായിരുന്നു. അപ്പം എൻ്റെ വീട്ടിൽ ശരിക്കും ഞാൻ ഓർക്കുന്നുണ്ട്, എൻ്റെ സിസ്റ്റർ ഒരു ചെറിയ ഹോം ട്യൂഷനൊക്കെ നടത്തിയിരുന്നു. അപ്പോൾ എനിക്ക് ടീച്ചിങ്ങിനോട് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് തന്നെ അവിടെ വരുന്ന കുട്ടികളെ ഞാൻ പഠിപ്പിക്കാറുണ്ട്. അപ്പോൾ എനിക്ക് കുറച്ചുകൂടി അതിനുള്ളൊരു ത്രില്ല് മനസ്സിലായി. പിന്നെ അത്രയും ഭയങ്കര ഒരു ആഗ്രഹം അതിലുള്ളതുകൊണ്ടാണ് തോന്നുന്നുണ്ട്, ഒരു ടീച്ചേഴ്സ് ഡേ വന്ന സമയത്ത്, ഞാൻ 9th പഠിക്കുന്ന സമയത്ത് തന്നെ എൻ്റെ ഒരു ടീച്ചറുണ്ട്, ഞാൻ ഭയങ്കര പേടിക്കുന്നൊരു ടീച്ചർ കൂടിയാണ്. 8ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ എൻ്റെ ക്ലാസ് ടീച്ചറായിരുന്നു, ബഷീർ സാർ എന്ന് പറയും. അപ്പം ആൾ ഭയങ്കര സ്ട്രോങ് ആണ്, സ്ട്രിക്റ്റ് ആണ്. അങ്ങനെ ഇരിക്കുകയാണെങ്കിൽ 9th ഈ പഠിക്കുന്ന സമയത്ത് ടീച്ചേഴ്സ് ഡേ വരുന്നത്. അപ്പം അന്ന് പെട്ടെന്ന് സാർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ടീച്ചേഴ്സ് ഡേൻ്റെ അന്നൊരു സെഷൻ എടുക്കണം, ഒരു ക്ലാസ് എടുക്കണം. കാരണം ടീച്ചേഴ്സ് ഡേൻ്റെ അന്ന് പൊതുവെ കുട്ടികളാണല്ലോ ക്ലാസ് എടുക്കുക. അപ്പോൾ ക്ലാസ് എടുക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ സാറിൻ്റെ ക്ലാസ്സിൽ ഞാനൊരു ക്ലാസ് എടുക്കാമെന്ന് പറഞ്ഞാൽ എനിക്ക് മുട്ട് വരയ്ക്കുന്ന ഒരു കാര്യം തന്നെ ആയിരുന്നല്ലാണ്. സ്റ്റിൽ എനിക്ക് ആ പേടിപ്പോയുണ്ട് സാറിൻ്റെ ക്ലാസ്സുകൾ ഓർക്കുമ്പോൾ. എനിവേ ടീച്ചേഴ്സ് ഡേ വന്നു. അപ്പം ഒരു 15 മിനിറ്റാണ് ആക്ച്വലി പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞത്. അത് ഇംഗ്ലീഷിൽ എടുക്കും വേണം എന്നുള്ളതാണ്. പക്ഷെ എന്തോ ഭാഗ്യവശാൽ അന്ന് സാറ് ലീവാണ്. അപ്പോൾ ക്ലാസ് തുടങ്ങിയിട്ട് ഞാനിങ്ങനെ വെയിറ്റ് ചെയ്യാണ്. ഇപ്പം ഫസ്റ്റ് പീരീഡാണ്, ഇംഗ്ലീഷിൽ തന്നെ സെഷന് ക്ലാസ് എടുക്കും വേണം. പക്ഷെ ഞാനിങ്ങനെ പേടിച്ചിരിക്കുക, സാർ ഇപ്പോൾ വരും, ഇപ്പം എന്നെ വിളിക്കും. ഉള്ളിലൊരു ചെറിയ എക്സൈറ്റ്മെൻറ്റ് ഉണ്ട് ക്ലാസ് എടുക്കണം എന്നുള്ള. പക്ഷേ സാറിൻ്റെ ക്ലാസ്സിൽ എടുക്കാനുള്ള പേടിയുമുണ്ട്. എനിവേ ക്ലാസ് തുടങ്ങിയിട്ട് ഒരു 15 മിനിറ്റ് ആയിട്ടൊന്നും സാറിനെ കാണില്ല. അപ്പോഴാണ് അടുത്ത ക്ലാസ്സിൽ സാറ് വന്നിട്ട് പറഞ്ഞത്, ഇന്ന് നമ്മുടെ ക്ലാസ് ടീച്ചർ, അതായത് ബഷീർ സാർ ലീവാണ്, അപ്പോൾ അതുകൊണ്ട് ആരും ഏൽപ്പിച്ചിട്ടുണ്ടല്ലോ ഒന്ന് ടീച്ചേഴ്സ് ഡേ സെഷൻ എടുത്തോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് സമാധാനമായി. അങ്ങനെ ഞാനവിടെ അന്ന് ക്ലാസ് ലീഡ് ചെയ്തു. പക്ഷേ ലീഡ് ചെയ്യുമ്പോൾ ഫുൾ കോമഡി ആയിരുന്നു. കാരണം അടുത്ത ക്ലാസ്സിലെ ടീച്ചറാണ് നിൽക്കുന്നത്, പിന്നെ എൻ്റെ തന്നെ ക്ലാസ്മേറ്റ്സ്, അവർക്ക് മുന്നിൽ ഞാൻ നിൽക്കുന്ന സമയത്ത് അവരുടെ ഇതുണ്ടാകുന്ന ചില ട്രോളുകളൊക്കെ ഉണ്ടാവും. പക്ഷേ എന്തോ ആ ഒരു പീരീഡ് മൊത്തം ഞാൻ ഇംഗ്ലീഷിൽ തന്നെ ടീച്ചേഴ്സ് ഡേനെ പറ്റിയിട്ട്, അതിൻ്റെ ഇമ്പോർട്ടൻസിനെ പറ്റിയിട്ട്, എഡ്യൂക്കേഷനെ പറ്റിയിട്ടൊക്കെ വാതോരാതെ ഒരു ഫ്ലോയിൽ അങ്ങ് എടുത്തു. അതെടുത്ത് കഴിഞ്ഞപ്പോൾ എനിക്കൊരു യുറേക്ക മൊമെൻ്റ് ആയിരുന്നു. എനിക്ക് തന്നെ വിശ്വസിക്കാൻ പറ്റില്ല, ഇംഗ്ലീഷിൽ അത്രയും സമയം ഒരു ക്ലാസ് എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു സംഭവം. ഇത് എൻ്റെ അടുത്ത ക്ലാസ്സിലെ ടീച്ചർ കണ്ട് എക്സൈറ്റഡ് ആയിട്ട് എന്നെ സ്കൂളിലെ മറ്റുള്ള പല പ്രോഗ്രാംസിലേക്കൊക്കെ ആഡ് ഓൺ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെയാണ് ശരിക്കും എൻ്റെ ലൈഫിൽ ആദ്യത്തെ ഒരു ടീച്ചറായിട്ടൊരു ക്ലാസ് ലീഡ് ചെയ്യുന്ന എക്സ്പീരിയൻസ് ഉണ്ടാണ്. പിന്നെ അതിനുശേഷം 10th പഠിക്കുന്ന സമയത്ത് ഞാൻ ട്യൂഷനിൽ ചേരുന്നു. ട്യൂഷൻ ആവശ്യമാണല്ലോ SSLC ഒക്കെ ആകുമ്പം. അപ്പോൾ അവിടെ എനിക്ക് പല അവസരങ്ങളും കിട്ടി, കൂടെയുള്ളവരെ പഠിപ്പിക്കാൻ. പലപ്പോഴും കുഴപ്പമില്ലാത്ത രീതിയിൽ പഠിക്കുന്നുണ്ട്. അവിടുത്തെ ടീച്ചേഴ്സൊക്കെ പല വീക്കായിട്ടുള്ള കുട്ടികളെ പഠിപ്പിക്കാൻ ഏൽപ്പിക്കും. അങ്ങനെ അവരെ വീട്ടിൽ പോയി പഠിപ്പിച്ചു കൊടുക്കും, ചിലപ്പോൾ ക്ലാസ്സിൽ തന്നെ ഇരുന്ന് പഠിപ്പിച്ചു കൊടുക്കും. അപ്പോൾ എനിക്ക് ടീച്ചിങ് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വരാൻ വേണ്ടി തുടങ്ങി എന്നുള്ളതാണ്. പിന്നെ പോരാതെ ഞാൻ ട്യൂഷന് പോയപ്പോഴാണ് വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള ടീച്ചേഴ്സായിട്ടുള്ളൊരു ഇടവകൽ ഉണ്ടാകുന്നത്. കാരണം അതുവരെ ടീച്ചേഴ്സ് തന്നെ നമ്മളിങ്ങനെ വളരെ റെസ്പെക്റ്റോട് കൂടി ഒരു ഡിസ്റ്റൻസ് നോക്കി കണ്ടുകൊണ്ടിരിക്കുന്നിടത്തും ഈ ട്യൂഷനിലേക്ക് പോകുമ്പോഴാണ് കുറച്ചുകൂടി യങ് ആയിട്ടുള്ള ടീച്ചേഴ്സ് ഉണ്ടായിരിക്കും, നമ്മുടെ വൈബായിരിക്കും. അങ്ങനെ 2-3 ടീച്ചേഴ്സിനെ കണ്ടുകൂട്ടിയപ്പോൾ അവരെനിക്ക് കുറച്ചുകൂടി ടീച്ചിങ്ങിനോടുള്ളൊരു ഇൻട്രസ്റ്റ് കൂട്ടി തന്നു. കാരണം അവർ നമ്മളിൽ ഒരാളായി നിന്ന് നമുക്ക് അവസരങ്ങൾ തന്ന് നമ്മളെ എൻകറേജ് ചെയ്തിട്ട് വളരെ വൈബായിട്ട് നിൽക്കുന്ന ചില ടീച്ചേഴ്സ്, അതെൻ്റെ ടീച്ചിങ് ഫ്രെയിം തന്നെ മാറ്റിയെന്ന് വേണമെങ്കിൽ പറയാം. ഇനി ഞാൻ 10th അവിടുന്ന് നല്ല ഫുൾ A+ കൂടിയൊക്കെ പാസ്സായി. പിന്നെ ഞാൻ സ്കൂൾ +1 ചേർന്നു. +1 ചേർന്നപ്പോൾ എനിക്ക് കിട്ടിയ വലിയൊരു ഭാഗ്യം എന്ന് പറഞ്ഞാൽ
തരക്കേടില്ലാതെ പഠിക്കുന്ന കുട്ടിയായതുകൊണ്ട് അവിടെയും ഞാൻ പഠിച്ച സ്കൂളായതുകൊണ്ട് തന്നെ അവിടെ ചില CBSE എന്നൊക്കെ വന്ന ചില കുട്ടികളുണ്ട്. ഞാൻ സയൻസ് ആയിരുന്നു എടുത്തത്. ഇപ്പോൾ CBSE കുട്ടികൾക്ക് ചില നമ്മളെ സ്റ്റേറ്റ് സിലബസിലുള്ള ബേസിക് ഈ സയൻസ് ടോപ്പിക്കുകൾ +1 വരുമ്പോൾ അവർക്ക് കിട്ടാതെ വന്നതുണ്ടായിരിക്കും. അപ്പോൾ അത് ഒരു ട്യൂഷൻ എടുത്ത് കൊടുക്കുന്നത് പോലെ എടുത്ത് കൊടുക്കാനൊക്കെ എന്നെ എൻ്റെ ക്ലാസ് ടീച്ചർ അന്ന് റഹീം സാറായിരുന്നു, സാറെ ഏൽപ്പിച്ചു. അപ്പോൾ എനിക്ക് ഭയങ്കര അത്ഭുതമായിരുന്നു. ഈ CBSE സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ അറിയാമല്ലോ, നമുക്ക് അതിൻ്റെ രീതി ഒരു തമാശയാണല്ലോ, സ്റ്റേറ്റുകാർ CBSEക്കാരെന്ന് അറിയുമോ. അപ്പോൾ എൻ്റെ ഉള്ളിൽ CBSE കുട്ടികൾക്ക് സ്റ്റേറ്റ് ഒന്നും പഠിച്ചു വന്ന് ഞാൻ ക്ലാസ് എടുത്ത് കൊടുക്കുന്നു പറയുമ്പോൾ അതിൻ്റെ ഉള്ളിലൊരു സംഭവം ഉണ്ടല്ലോ, അത് നല്ല രസമായിട്ട് വർക്കൗട്ട് ആയെന്നുള്ളതാണ്. അപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട് ഇതേപോലെ തന്നെ വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ചില അവസരങ്ങൾ വീണ് കിട്ടാറുണ്ട്. നമ്മളെ ക്ലാസ്സിൽ അന്ന് +1 പഠിക്കുന്ന സമയത്ത് നമ്മളെ ഇംഗ്ലീഷ് ടീച്ചർ അന്ന് റഹീം സാർ ഇതേപോലെ തന്നെ ഓരോ ദിവസവും രാവിലെ ക്ലാസ് തുടങ്ങുമ്പോൾ 5 മിനിറ്റ് ഓരോരുത്തർ ഇംഗ്ലീഷിൽ എന്തെങ്കിലും ടോപ്പിക്ക് പ്രസൻറ്റ് ചെയ്യണം. അപ്പോൾ ഓരോരുത്തർക്ക് ഇത് നമ്മളെ റോൾ നമ്പർ അനുസരിച്ചാണ് പോവുക. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കൊക്കെ അറിയാം എപ്പോഴായിരിക്കും നമ്മുടെ റോൾ നമ്പർ എത്താം, അപ്പം പ്രസൻറ്റ് ചെയ്താൽ മതി, നമ്മളിങ്ങനെ കാത്തിരിക്കുകയായിരിക്കും, കുറേ സമയം ഉണ്ടായിരിക്കും. പക്ഷെ ഒരു ദിവസം ഇതേപോലെ ക്ലാസ്സിൽ പ്രസൻറ്റ് ചെയ്യേണ്ട റോൾ നമ്പറുള്ള കുട്ടി ലീവായി. അപ്പോൾ പിന്നെ സാറ് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ അടുത്ത വേറെ ആരെങ്കിലും വരാമെന്ന് പറഞ്ഞു. അപ്പോൾ ആരും വരാൻ റെഡി ആകുന്നില്ല. അപ്പോൾ സാറ് പറഞ്ഞു ഞാൻ ആരെങ്കിലുമൊക്കെ വിളിക്കും, റാൻഡമായിട്ട് വിളിക്കും, അല്ലെങ്കിലും ധൈര്യമുള്ള ആരെയും വന്ന് പ്രസൻറ്റ് ചെയ്യാമെന്ന് പറഞ്ഞപ്പം എൻ്റെ കൂടെ 10th പഠിക്കുന്നതും എൻ്റെ ഈ ടീച്ചിങ് ചെറുതായിട്ട് സ്കില്ലുണ്ടെന്ന് പറഞ്ഞ പല ഫ്രണ്ട്സുകളും എന്നെ ഇങ്ങനെ നോക്കിയിട്ട് പുഷ് ചെയ്യാൻ തുടങ്ങി. പോടാ പോയിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യടാ, അല്ലെങ്കിൽ നമ്മൾ പെടടാന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഭയങ്കരമായിട്ട് പുഷ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ പിന്നെ ഞാൻ ഏതായാലും ഓക്കെ പോവാം എന്നുള്ള രീതിയിൽ ഞാൻ അങ്ങ് എണീറ്റു. ആ ഒരു ടോപ്പിക് പ്രിപ്പറേഷൻ ഒന്നും ഇല്ലാണ്ട് ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് ഞാനവിടെ ഇംഗ്ലീഷിൽ പ്രസൻറ്റ് ചെയ്തു. അപ്പോൾ എൻ്റെ ടീച്ചേഴ്സ് ക്ലാസ് ടീച്ചർ അതേപോലെ തന്നെ ഭയങ്കര എക്സൈറ്റഡ് ആയി, സർപ്രൈസ്ഡ് ആയി, ഭയങ്കരമായിട്ട് അപ്രീഷിയേറ്റ് ചെയ്തു, എന്നോട് ഭയങ്കര കണക്ഷൻ വരാൻ വേണ്ടി തുടങ്ങി. അവിടെ അങ്ങോട്ട് ആ ടീച്ചർ ഞാൻ തമ്മിൽ ഭയങ്കരമായിട്ടുള്ളൊരു ബോണ്ട് ഉണ്ടായിരുന്നല്ലോ, ഭയങ്കര ഒരു ഹോംലി ഫീലിംഗ്, ഒരു ഗാർഡിയൻ ഫീലിംഗ് ഒക്കെ ആയിരുന്നു എനിക്ക് +1 +2 ടൈമിൽ ആ ടീച്ചറുമായിട്ടുള്ളത്. അപ്പം ഇങ്ങനെ ഘട്ടമായിട്ടാണ് എൻ്റെ ടീച്ചിങ് എന്നുള്ളൊരു സ്കില്ല് പോളിഷ് ചെയ്ത് വരുന്നത്. ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് പലപ്പോഴും നമ്മുടെ ക്ലാസ് റൂമുകൾ എത്രത്തോളം നമ്മളെ മൗൾഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു സംഭവം. ഇപ്പോൾ നമ്മൾ അക്കാഡമിക്കലി എന്നതിനപ്പുറത്തേക്ക് നമ്മളെ ടാലൻറ്റും മറ്റുള്ള സ്കില്ലുകൾക്കൊക്കെ പരിപോഷിപ്പിക്കാൻ നല്ലൊരു ഇടമാണ് ക്ലാസ് റൂം. ഇന്നും ഞാനതിൽ വളരെ ഗ്രേറ്റ്ഫുള്ളാണ്. അന്ന് അത്തരം ചെറിയ അവസരങ്ങൾ കിട്ടിയപ്പോഴാണ് എനിക്ക് ഇത്രക്കും സ്കില്ലുണ്ടുള്ള കാര്യം ഞാൻ പോലും അറിയണമെന്നുള്ളതാണ്. അങ്ങനെയാണ് നമ്മൾ പല ആൾക്കാരും കേട്ടോ, നമുക്ക് ചിലപ്പോൾ അറിയൂല ചില അവസരങ്ങൾ വന്ന് വീഴാതെ, അല്ലെങ്കിൽ നമ്മളെ കൊണ്ട് സാധിക്കുന്നതിനും അപ്പുറത്തുള്ള കാര്യങ്ങളുണ്ട് നമുക്ക് തോന്നുന്നത്, നമ്മളെ കൊണ്ട് പറ്റൂല തോന്നും. പക്ഷെ ഒരു പോയിന്റ് എത്തുമ്പോൾ നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്ന ചില മൊമെൻറ്റുകൾ ഇങ്ങനെയൊക്കെ ആയിരിക്കും നമുക്ക് വീണ് കിട്ടുക. അതുകൊണ്ട് അത്തരം അവസരങ്ങളൊന്നും ആരും ഒരിക്കലും നഷ്ടപ്പെടുത്തരുതെന്നാണ് ഞാൻ പറയാറുള്ളത്. എനിവേ ഞാൻ ആ +1 ലൈഫിൽ ഇങ്ങനെ നന്നായിട്ട് ഷൈൻ ചെയ്തു വരായിരുന്നു. ക്ലാസ് എടുക്കലും പിന്നെ മത്സരങ്ങളും പരിപാടികളൊക്കെ ആയിട്ട് ഈ കോമ്പറ്റീഷൻസിലൊക്കെ പോകും, പ്രസംഗ മത്സരത്തിന് പോകും, അങ്ങനെ പ്രൈസ് കിട്ടുന്നു ഒക്കെ ആയിട്ട് പോകുന്നുണ്ട്. അങ്ങനെ എനിക്ക് ഞാൻ +2 എത്തിയപ്പോഴാണ് ഞാൻ പണ്ട് ട്യൂഷനിൽ പഠിച്ച എൻ്റെ ടീച്ചറിനെ വിളിച്ചിട്ട് ക്ലാസ് എടുക്കാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിക്കുന്നതും ഞാനിങ്ങനെ കാത്തിരുന്ന മൊമെൻ്റായിരുന്നു. കാരണം നമ്മൾ പഠിച്ച സ്ഥാപനത്തിൽ തന്നെ വളരെ യങ് ഏജിൽ തന്നെ ഒരു ടീച്ചറായിട്ട് വിളിക്കുക എന്ന് പറയുമ്പോൾ, അപ്പം അന്ന് 9ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് ഇതേപോലെ ഇംഗ്ലീഷ് ക്ലാസ് എടുക്കാനാണ് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞാൻ +2 പഠിച്ചുകൊണ്ടിരിക്കുമ്പം സ്കൂൾ യൂണിഫോം ഇട്ടുകൊണ്ട് തന്നെ നേരെ ട്യൂഷനിൽ പോകും, അവിടെ ക്ലാസ് എടുക്കും, നേരെ എൻ്റെ സ്കൂളിലേക്ക് വരും. അങ്ങനെ ആണ് ഞാൻ ഒഫീഷ്യലി ഒരു ടീച്ചറായിട്ട് ഒരു ടീച്ചറായിട്ട് +2 പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ മാറുന്നത് എന്നുള്ളതാണ്. അത് വളരെ നല്ല അനുഭവമായിരുന്നു. കാരണം കൂടുതൽ കുട്ടികളായിട്ട് സ്ഥിരമായിട്ട് ഇടപഴകി വരുമ്പോഴത്തേക്ക് അതൊരു ഹരമായി മാറി എന്നുള്ളതാണ്. മാത്രമല്ല എന്നെ ഇൻസ്പയർ ചെയ്ത ടീച്ചേഴ്സ് അവിടെ ഉണ്ടായിരുന്നു. അപ്പം കുറച്ച് മുന്നേ വരെ നമ്മൾ ടീച്ചർ എന്ന് വിളിച്ച് നടന്ന ആൾക്കാരൊക്കെ നമ്മളൊരു സ്റ്റാഫ് റൂമിൽ ഒരുമിച്ചിരിക്കുന്നത് പോലെ ഒരു കൊളീഗ് ലെവലിൽ വന്നിട്ടുണ്ടാകുന്ന അനുഭവങ്ങൾ ഭയങ്കര രസകരമായിരുന്നു എന്നുള്ളതാണ്. പിറകോട്ട് നോക്കുമ്പോൾ ലൈഫിൽ കിട്ടിയ ഏറ്റവും വലിയ അസറ്റുകളിൽ മെമ്മറീസിലൊരു വലിയ മെമ്മറിയും അച്ചീവ്മെൻ്റൊക്കെ ആയിട്ട് ഞാനതിനെ നോക്കി കാണുന്നുണ്ട്. ഇങ്ങനെ +2 ഞാൻ നല്ല ടീച്ചറായിട്ട് ഇങ്ങനെ ആ ട്യൂഷനിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. അത് കഴിഞ്ഞ് ഞാൻ +2 കഴിഞ്ഞിട്ടാണെങ്കിൽ അവിടെ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. ഏകദേശം ഒരു 4-5 വർഷത്തോളം ഞാൻ അവിടെ ടീച്ചറായിട്ട് വർക്ക് ചെയ്തു എന്നുള്ളതാണ്. ഇതിൻ്റെ ഇടയിലാണ് എൻ്റെ ലൈഫിലെ മേജറായിട്ടുള്ള കുറേ ചലഞ്ചുകൾ, സെറ്റ് ബാക്സുകൾ ഒക്കെ വന്നുകൊണ്ടിരിക്കുന്നത്. അത് വേറെ തന്നെ ഒരു പറഞ്ഞാൽ തീരാത്ത അത്രയും എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള ഒരു ഏരിയ ഉണ്ട്. അപ്പോൾ അതിലേക്ക് ഞാൻ പിന്നീട് ഒരു സമയത്ത് വരാം. ഏതായാലും 5 വർഷത്തോളം ഞാൻ ആ സ്ഥാപനത്തിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നു. അപ്പം ഇതിൻ്റെ ഇടയിൽ എന്നെ ഭയങ്കരമായിട്ട് ട്യൂഷനിൽ ഇൻഫ്ലുവൻസ് ചെയ്ത നമ്മളെ വൈബിനൊത്ത് കണക്ട് ചെയ്ത സാർ എന്നോടൊരു ഉപദേശം തന്നെ എനിക്കിപ്പോൾ ഓർമ്മയുണ്ട്. എന്നോട് പറഞ്ഞത് അതിനാൽ ഈ ഫീൽഡ് ഭയങ്കര രസമാണ്, ഭയങ്കര ലഹരിയാണ്, ഭയങ്കര ഹരമാണ്. കാരണം കുറേ കുട്ടികൾ അവരായിട്ട് ഇൻവോൾവ് ചെയ്യുക, അവരെ പഠിപ്പിക്കുക, നമുക്കൊരുപാട് റെക്കഗ്നീഷൻ, റെസ്പെക്റ്റ്, ലവ് ഒക്കെ കിട്ടുന്നൊരിടമാണ്. പക്ഷെ ഇതൊരു ലഹരിയായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേറെ ഒന്നിലേക്കും പോകാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ കരിയറൊന്നും നശിപ്പിക്കരുത്, ഇതൊക്കെ സൈഡിലൂടെ തന്നെ കൊണ്ടുപോകണം. അങ്ങനെ പറഞ്ഞപ്പോൾ എനിക്കത് ഭയങ്കര സംഭവമായിട്ട് തോന്നിയില്ല. എനിക്കത് ഓക്കെ ഫൈൻ എന്ന രീതിയിൽ മാത്രമേ അത് എടുത്തിട്ടുള്ളൂ. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് മനസ്സിലായി, ഞാൻ +2 കഴിഞ്ഞ്
എഞ്ചിനീയറിങ്ങിന് വേണ്ടിയിട്ട് തൃശ്ശൂരിലൊക്കെ പോയ സമയത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ മിസ് ചെയ്തത് എൻ്റെ ക്ലാസ്സുകളാണ്. ഞാൻ എങ്ങനെ ഇനി ക്ലാസ് എടുക്കും, എനിക്ക് എഞ്ചിനീയറിംഗ് ഫീൽഡിൽ പോയിട്ട് അവിടുത്തെ കുറേ കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്ത് തുടങ്ങുമ്പോൾ എനിക്ക് ഭയങ്കര മടുപ്പ് തോന്നാണ്. കാരണം എന്നെ ഞാനാക്കി മാറ്റുന്ന എന്തോ ഒന്ന് എൻ്റെ അടുത്തുനിന്ന് പറിച്ച് കളഞ്ഞു പോലെയായിരുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി ഈ സംഭവം എന്നെ ശരിക്കും പിടിച്ചിട്ടുണ്ട്. അങ്ങനെ ഞാൻ അത് നഷ്ടപ്പെടുത്തണ്ടെന്ന് കരുതിയിട്ട് എല്ലാ ആഴ്ചകളിലും ഹോസ്റ്റലിൽ നിന്നും ഫ്രൈഡേ നാട്ടിൽ വരുന്നതിൻ്റെ ഉദ്ദേശം തന്നെ ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ശനി ഞായർ ദിവസങ്ങളിൽ ട്യൂഷനിൽ പോയിട്ട് ക്ലാസ് എടുക്കും, തിങ്കളാഴ്ച വീണ്ടും തിരിച്ച് തൃശ്ശൂരിലേക്ക് പോകും. ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്ക് എനിക്ക് എവിടെയോ മനസ്സിലായി എനിക്ക് ക്ലാസ് കാര്യങ്ങൾ മാത്രമേ ഇൻട്രസ്റ്റിംഗ് ആവുന്നുള്ളൂ, വേറെ ഒന്നും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നില്ല. എഞ്ചിനീയറിങ്ങിനൊക്കെ പോയി ചേർന്ന സമയത്ത് ഭയങ്കര ഇൻട്രസ്റ്റോടുകൂടിയാണ് പോയത്. നല്ല പഠിക്കണ താല്പര്യത്തോടു കൂടി അവിടെ പോയ ഉടനെ തന്നെ, ക്യാമ്പസ് പോയ ഉടനെ തന്നെ ആദ്യം നടത്തിയ എക്സാമിലൊക്കെ ഞാൻ നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്. പക്ഷേ ദ പ്രോബ്ലം ഈസ് എനിക്ക് വേണ്ട എന്തോന്ന് കിട്ടുന്നില്ല, എന്നെ ഞാനാക്കണം എന്തൊക്കെ എനിക്ക് മിസ് ചെയ്യുന്നു. അപ്പോൾ എനിക്ക് ഈ പോയംസ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. ലിറ്ററേച്ചറൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള മലയാളം പോയംസ്, ഇംഗ്ലീഷ് പോയംസ്. ഞാനവിടെ ക്യാമ്പസിൽ ഇരുന്നിട്ട് പോലും എൻ്റെ ക്ലാസ് ടീച്ചർ ഉണ്ടായിരുന്നു എഞ്ചിനീയറിങ്ങിൽ, ഫിസിക്സാണ് മിസ് ആൻഡ്ലേണ്. ഈവൻ ആ മിസ്സിനെ പറ്റിയിട്ട് വരെ ഞാൻ കവിതകളൊക്കെ എഴുതിയിട്ട് മിസ്സിന് കൊടുത്തിട്ടുണ്ടായിരുന്നു. എൻ്റെ നേരം പോക്കുകളും രസം കഥായിരുന്നു. പക്ഷെ അങ്ങനത്തെ ഒരു സംഭവം ഇല്ലാണ്ട് ഇപ്പോൾ ലൈഫ് മൊത്തത്തിൽ ഡ്രെയിൻഡായി തോന്നുന്ന ഒരു ഘട്ടത്തിലെത്തിയപ്പോഴാണ് 6 മാസം കൊണ്ട് തന്നെ ഞാനത് ഡ്രോപ്പ് ചെയ്ത് വരുന്നത് എന്നുള്ള. ആ സന്ദർഭങ്ങളിൽ എനിക്ക് ഇപ്പോഴും അറിയാം, നമ്മൾ അറിയാലോ നമ്മുടെ കാലിൻ്റെ ചോട്ടിലുള്ള ചില കാര്യങ്ങൾ എത്ര മനോഹരമായിരുന്നു നമ്മൾ തിരിച്ചറിയുക. അതൊന്നും ജസ്റ്റ് ഒന്ന് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യാമെന്ന് പറയും. ഈ വീക്കിലി ഞാൻ ലീവിന് നാട്ടിലേക്ക് വരുമ്പം ഈ സെഷൻ എടുക്കാൻ വേണ്ടി, ക്ലാസ് എടുക്കാൻ വേണ്ടി വരുന്ന സമയത്ത് ഞാൻ നമ്മളെ നാട്ടിൻ്റെ അടുത്തുള്ള കോഴിക്കോട് ബീച്ച് ഏരിയ ഉണ്ട്, അവിടെയൊക്കെ ഇങ്ങനെ പോയിട്ട് മണ്ണിൽ ഇങ്ങനെ ചവിട്ടി നടക്കുമ്പോൾ എനിക്ക് ഫീൽ ചെയ്യും, ഓ മൈ ഗോഡ്, ഇത് എത്രമാത്രം വാല്യുബിൾ ആയിരുന്നു എനിക്കിത്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ബീച്ചിലൊക്കെ പോയിരിക്കുന്ന ഒരാളാണ്. അപ്പോൾ അന്നാ ഞാൻ തിരിച്ചാണ് എത്രമാത്രം ഞാൻ ഈ നേച്ചറായിട്ട് കണക്റ്റഡ് ആണ്, എത്രത്തോളം ഈ പോയംസ്, ലിറ്ററേച്ചർ, അതുപോലെ തന്നെ ടീച്ചിങ് ഒക്കെ ആയിട്ട് എത്രത്തോളം കണക്റ്റഡ് ആണെന്ന് ഞാൻ ആക്ച്വലി ആ സമയത്താണ് തിരിച്ചറിഞ്ഞത്. എൻ്റെ ഞാനത് ഡ്രോപ്പ് ചെയ്തു. പിന്നീടാണ് അടുത്തൊരു അറ്റംപ്റ്റിൽ ഫറൂഖ് കോളേജിലേക്ക് കെമിസ്ട്രി പഠിക്കാൻ വേണ്ടിയൊക്കെ പോകുന്നത്. എനിക്ക് അതത് വേറെ പാരലായിട്ട് നടക്കുന്ന കാര്യം. ഇതിൻ്റെ ഇടയിലാണ് ഞാൻ ഈ ഒരു ചേഞ്ച്, ഈ എൻജിനീയറിംഗ് ഒക്കെ ഡ്രോപ്പ് ചെയ്ത് വാട്ട് ഈസ് നെക്സ്റ്റ് എന്നുള്ള പോയിന്റിൽ ഇങ്ങനെ ഭയങ്കര ചലഞ്ചിങ് ആയിട്ടുള്ളൊരു ഫേസിലൂടെ കടന്നു പോകുമ്പോഴാണ് ഞാനൊരിക്കൽ വളരെ പ്രയാസത്തിലൂടെ പോവാണ്. വാട്ട് ഈസ് നെക്സ്റ്റ് എന്ന് അറിയാതെ ഇങ്ങനെ ഇരിക്കുന്നു, ഭയങ്കര സ്ട്രെസ് ഉണ്ട്, വീട്ടിൽ നിന്ന് കുറേ പ്രഷറുകളുണ്ട്, ഫ്രണ്ട്സുകളുടെ ഭാഗത്തു നിന്നൊക്കെ കുറേ ഉപദേശങ്ങളും നന്നാക്കാൻ വേണ്ടിയിട്ടുള്ള ഉപദേശങ്ങളും ചോദ്യം ചെയ്യലുകളൊക്കെ ഉണ്ട്. പക്ഷേ എനിക്കറിയില്ല, എന്തോ ഒന്ന് എന്നെ ആ അക്കാഡമിക് ഏരിയയിലേക്ക് കൊണ്ടുപോകുന്നില്ല. എന്നെ ഇൻസ്പയർ ചെയ്യുന്ന വേറെ എന്തൊക്കെയോ കാര്യങ്ങളായതുകൊണ്ട് ആരോടും പറഞ്ഞ് മനസ്സിലാക്കാനും പറ്റില്ല. എനിക്കും അറിയില്ല വാട്ട് ഈസ് നെക്സ്റ്റ് എന്നുള്ളൊരു സംഭവം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് യാദൃശ്ചികമായിട്ട് എൻ്റെ ഒരു സുഹൃത്ത് ഒരു ദിവസം പള്ളിയിൽ നിന്നും നിസ്കാരം കഴിഞ്ഞിങ്ങനെ ഇറങ്ങുന്ന സമയത്ത് എന്നെ അങ്ങോട്ട് വന്ന് പരിചയപ്പെടുന്നതും, എന്നിട്ട് നമുക്കൊരു, നിങ്ങൾ ട്യൂഷൻ ഫീൽഡിലൊക്കെ ഉള്ള ആളല്ലേ, നമുക്കൊരു കോൺസെപ്റ്റ് ഉണ്ട്, നമുക്കൊരു ട്യൂഷൻ തൊടിയും കൂടെ എന്ന് ചോദിച്ചു വരുന്നത്. പക്ഷേ ആ ചോദ്യം കേട്ട സമയത്ത് സംഭവം നല്ലതെന്ന് തോന്നിയെങ്കിൽ കൂടി എൻ്റെ ഉള്ളിൽ 1% പോലും ഉറപ്പുണ്ടായിരുന്നില്ല ഇത് വർക്കൗട്ട് ആകും. കാരണം കഴിഞ്ഞ ഒരു 5 വർഷം ഒരു ട്യൂഷനിൽ ഒരു ടീച്ചറായി നിന്നുകൊണ്ട് തന്നെ അവിടുത്തെ കുറേ കോംപ്ലിക്കേഷൻസ് ഞാൻ കണ്ടിട്ടുണ്ട്. ഈ ടൈം ടേബിൾ അറേഞ്ച് ചെയ്യലും ടീച്ചേഴ്സിനെ സപ്ലൈ ചെയ്യലും അങ്ങനെ കുറേ മാനേജ്മെൻറ്റ് ഏരിയാസ് ഉണ്ടല്ലോ. ഇതൊക്കെ കണ്ടപ്പോൾ എനിക്ക് തോന്നിയിട്ട് ഇത് നടക്കാത്തൊരു കാര്യമാണ്. പക്ഷേ എന്തോ എൻ്റെ സുഹൃത്ത് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള ഭയങ്കരമായിട്ടുള്ളൊരു സ്ട്രോങ് ഫെയ്ത്തിൽ നിന്നിട്ടുള്ള, ഡെഡിക്കേഷൻ നിന്നിട്ടുള്ള ഒരു പുഷ് വന്നപ്പം എനിക്ക് പിന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്നുള്ള മൈൻഡ് സെറ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ആ ഒരു ആശയത്തിൽ നിന്നാണ് നമ്മൾ 2 പേരും ചേർന്നിട്ട് ഒരു ട്യൂഷന് തുടങ്ങുന്നതും അതിലേക്ക് വരുന്നതൊക്കെ. അപ്പോൾ ശരിക്കും ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, ആ ട്യൂഷൻ തുടങ്ങിയിട്ട് അത് ട്രാക്കിലായ സമയത്ത് പിറകോട്ട് നോക്കിയപ്പോൾ ഞാൻ ചിന്തിച്ചത് എനിക്കൊരിക്കലും പറ്റൂല എന്ന് തോന്നിയിട്ടുള്ളൊരു കാര്യമാണ് നമ്മൾ പോസിബിൾ ആക്കിയെടുത്തത്. ചില കാര്യങ്ങൾ അങ്ങനെയാണ്, നമ്മളൊരു പർപ്പസ്ഫുൾ ആയിട്ടുള്ള ലൈഫിലേക്ക് പോകാമെന്ന് പറഞ്ഞാൽ തന്നെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം നമ്മളെ കൊണ്ട് കൂട്ടിയാൽ കൂടില്ല തോന്നുന്ന ചില കാര്യങ്ങൾ അതിലേക്ക് നമ്മൾ എത്തിപ്പെടുന്നു. നമ്മൾ ഓരോ സ്റ്റെപ്പിലും ഇത് നടക്കുമോ എന്നുള്ളിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ കൂടി അതിൻ്റെയൊക്കെ മീതിയായിട്ട് എന്തോ ഒരു ഫോഴ്സിൻ്റെ ഒരു ഇടപെടൽ കാണാൻ പറ്റും. ഇഫ് വി ആർ ഡെസ്റ്റൈൻഡ് ഫോർ സംതിങ്, ഇഫ് യു ആർ ചൂസൺ ഫോർ സംതിങ്, ഓർ ഇഫ് യു ആർ ലിവിങ് അവർ പർപ്പസ്. അപ്പോൾ ഞാനൊരു കാര്യം വേണ്ടാന്ന് വെച്ചത് എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നും റൂമിയൊക്കെ പറഞ്ഞതുപോലെ യുവർ ഹാർട്ട് നോസ് ദ വേ, ഫോളോ യുവർ ഹാർട്ട് എന്നൊക്കെ പറയുമ്പോൾ എന്തോന്ന് പറയുന്നുണ്ട്, എന്താണെന്ന് വായിക്കാനൊന്നും ഞാൻ പഠിച്ചിട്ടില്ല. പക്ഷെ അതുകൊണ്ടായിരിക്കാം ആ ട്യൂഷൻ വളരെ സക്സസ്ഫുള്ളായി എന്ന് പറഞ്ഞാൽ ഏകദേശം 4 വർഷത്തോളം ഞാൻ അവിടെ ഉണ്ടായിരുന്നു. 1000-ലേറെ കുട്ടികൾ അവിടെ പഠിക്കാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു, 50ഓളം ടീച്ചേഴ്സ് അവിടെ ഉണ്ടായിരുന്നു. ഒരു ഹ്യൂജ് സക്സസ് ആയിരുന്നു ആക്ച്വലി അത് എന്നുള്ളതാണ്. അങ്ങനെ അത്രയും സക്സസ്ഫുള്ളായിട്ട് ആ ട്യൂഷൻ റൺ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോയി. അതെനിക്കൊരു പാഠശാലയായിരുന്നു ശരിക്കും. കാരണം ഞാൻ ഓർത്തുവാണ് 9ാം ക്ലാസ്സിൽ ആ ടീച്ചേഴ്സ് ഡേക്ക് ഒരു ക്ലാസ് എടുത്ത എക്സ്പീരിയൻസ്, 1000ഓളം വിദ്യാർത്ഥികളുള്ളൊരു സ്ഥാപനം റൺ ചെയ്യുന്ന അതിൻ്റെ ഒരു മേധാവിയായിട്ടിരിക്കുന്ന ഒരവസ്ഥയിലേക്ക് വളരെ യങ് ഏജിൽ തന്നെ നിൽക്കുമ്പം ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ എത്രത്തോളം ആ ക്ലാസ് റൂം എന്നെ മൗൾഡ് ചെയ്തു എന്നുള്ളതും, എങ്ങനെയാണ് ഒരു വിത്ത്
മരമായി മാറുന്നത്, മുളച്ച് തണ്ടായി അതൊരു വൃക്ഷമായി മാറണം എന്നുള്ളതിൻ്റെ ഒരു എവല്യൂഷൻ ശരിക്ക് പിറകോട്ട് നോക്കുമ്പോൾ മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നുണ്ടെന്നുള്ളതാണ്. എനിവേ ട്യൂഷൻ മേഖലയിൽ വളരെ സക്സസ്ഫുൾ ആയി തന്നെ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നത്. കാരണം വളരെ നല്ല രീതിയിൽ തന്നെ നമ്മളെ സ്ഥാപനത്തി കോമ്പറ്റീറ്റേഴ്സിനൊന്നും എത്തിച്ചേരാൻ പറ്റാത്ത രീതിയിലേക്ക് അത് ഗ്രോ ചെയ്തു. പിന്നെ പ്രധാനമായിട്ടും വളരെ യങ് ആയിട്ടുള്ള യൂത്ത് ആയിട്ടുള്ള കുറച്ച് പേര് തുടങ്ങിയിട്ടുള്ള സ്ഥാപനം, നമ്മൾ അവിടെ പ്രൊവൈഡ് ചെയ്ത ടീച്ചേഴ്സും വളരെ യങ് ആയിട്ടുള്ള ടീച്ചേഴ്സ് തന്നെയായിരുന്നു. പക്ഷെ അതിൻ്റെ റിസൾട്ട് നമുക്ക് കണ്ടെത്താൻ വേണ്ടി പറ്റിയെന്നുള്ളതുമാണ്. അപ്പോൾ എന്നെ അതിൽ സ്വാധീനിച്ച ഒരു കാര്യം ഞാൻ ഓർക്കുന്നത്, ഞാൻ ട്യൂഷനിൽ പഠിക്കാൻ പോയപ്പോൾ എനിക്ക് ആ ക്ലാസ് റൂമിൽ നിന്ന് കിട്ടിയൊരു മോഡലാണ്. കാരണം എന്നെ അന്ന് പഠിപ്പിച്ച, എന്നെ ഇൻസ്പയർ ചെയ്ത ടീച്ചേഴ്സൊക്കെ വളരെ യങ് ആയിട്ടുള്ള യൂത്ത് ആയിട്ടുള്ള കുറേ പേരുണ്ടായിരുന്നു. അവരെ നമ്മളെ സ്വാധീനിച്ചുകൊണ്ട് തന്നെ ആ മോഡൽ നമുക്ക് കിട്ടിയതുകൊണ്ട് അതേ മോഡലിൽ തന്നെ അടുത്തൊരു സംഭവം നമുക്ക് റെപ്ലിക്കേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റി. ഞാൻ പലപ്പോഴും ക്ലാസ്സിൽ പറയാറുണ്ട്, നമുക്ക് നല്ലൊരു മോഡലോ നല്ലൊരു റെഫറൻസോ ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നമുക്ക് സക്സസ് പെട്ടെന്ന് റിപ്പീറ്റ് ചെയ്തെടുക്കാൻ പറ്റും. പെട്ടെന്ന് അതിനെ നമുക്ക് എഗെയിൻ റീക്രിയേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുമെന്ന് പറയാറുണ്ട്. അപ്പോൾ മാത്രമല്ല, ഒരു ടീച്ചർ എത്രത്തോളം നമ്മളെ ഒരു അക്കാഡമിക്സിന് അപ്പുറത്തേക്ക് സ്വാധീനിക്കുന്നുണ്ട് നമ്മുടെ സക്സസ്സിലേക്ക് എന്നതും എനിക്ക് ശരിക്കും മനസ്സിലായിട്ടുണ്ട് എൻ്റെ തന്നെ ലൈഫിൽ എന്നുള്ളതാണ്. എനിവേ ട്യൂഷൻ നല്ല സക്സസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത്, ഒരു 4 വർഷത്തോളം അവിടെ വളരെ ഭംഗിയായിട്ട് പോയി. അപ്പോഴാണ് ഞാൻ ശരിക്ക് ഈ മനസ്സും അതുപോലെ തന്നെ നമ്മുടെ മനസ്സിൻ്റെ ശക്തിയും, ഈ മനസ്സ് റീപ്രോഗ്രാം ചെയ്താൽ നമ്മുടെ ലൈഫിൽ കുറേ മാറ്റങ്ങൾ ഉണ്ടാകുന്നുള്ള കാര്യങ്ങളൊക്കെ പറ്റി മനസ്സിലാക്കണം. ഞാൻ ആദ്യം അത് കേൾക്കുന്നത് ശരിക്ക് എൻ്റെ ഗുരു തന്നെയായിട്ടുള്ള ഡോക്ടർ പി വിജയൻ, അദ്ദേഹത്തിൻ്റെ ക്ലാസ്സിന് പോയപ്പോഴാണ്. അതൊരു യാദൃശ്ചികമായിട്ടുള്ളൊരു എത്തിച്ചേരലായിരുന്നു അദ്ദേഹത്തിൻ്റെ ക്ലാസ്സിലേക്ക് എന്നുള്ളതാണ്. അതും ഞാൻ പലപ്പോഴും വേറെ പലയിടങ്ങളിൽ ആ സ്റ്റോറി പറഞ്ഞിട്ടുണ്ട്. അപ്പം ഈ വിജയൻ സാർ ഒരു ക്ലാസ്സിന് പോയപ്പോഴാണ് ഈ മൈൻഡ് റീപ്രോഗ്രാം ചെയ്യാൻ പറ്റും. നമ്മുടെ ഉള്ളിൽ എന്താണോ അതിൻ്റെ റിഫ്ലക്ഷനായിട്ട് നമ്മുടെ ലൈഫിൽ എന്തും സംഭവിക്കുള്ളൂ. നമ്മുടെ ഉള്ളിൽ എന്താണോ നിറച്ച് വെച്ചത്, നമ്മുടെ ഉള്ളിൽ എത്രത്തോളം കേപ്പബിൾ ആണോ അത്രത്തോളം നമുക്ക് പുറത്ത് പെർഫോം ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ള കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി ഡീറ്റെയിൽ ചെയ്ത് കുറച്ചുകൂടി സയൻറ്റിഫിക് ആയിട്ട് കൂടി എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റിയത്. അപ്പോൾ ഈ റീപ്രോഗ്രാമിംഗ് എന്നൊരു സംഭവം മനസ്സിലാക്കിയപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം അന്ന് പ്രത്യേകിച്ച് ഒന്നും ആവശ്യമില്ല എന്നുള്ളൊരു തോന്നലായിരുന്നു. എനിക്ക് വളരെ കണ്ടൻറ്റഡ് ഫീലിംഗ് ആയിരുന്നു. കാരണം നല്ല സ്ഥാപനമുണ്ട്, നല്ല ഫ്ലോയിൽ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്, ഇനി ആ ഫ്ലോയിൽ അങ്ങനെ പോയിട്ട് മെല്ലെ 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 ഗ്രോ ചെയ്ത് വരാമെന്നല്ല. പക്ഷേ റീപ്രോഗ്രാമിങ്ങിനെ പറ്റി കേട്ട സമയത്ത് എനിക്ക് തോന്നി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പം അന്ന് ഞാൻ വിജയൻ സാറെ 2 ദിവസത്തെ ഒരു വർക്ക്ഷോപ്പിന് പോയപ്പോൾ ആണ് ഗോൾ എഴുതാൻ പറഞ്ഞപ്പോൾ ആ ഗോളിൽ ഞാൻ വെറുതെ ഈ കിട്ടിയാൽ കിട്ടി പോയാൽ പോയി എന്ന രീതിയിൽ എഴുതി വെച്ചൊരു സംഭവമായിരുന്നു, എനിക്കൊരു ഇൻ്റർനാഷണൽ ട്രെയിനർ ആകണം എന്നുള്ള കാര്യം. ഒരു 15 വർഷമൊക്കെ 10-15 വർഷമാണ് ഞാനതിന് സമയം കൊടുത്തത്. പക്ഷേ ഞാനത് എനിക്കൊന്നും 2016 അത് എഴുതി വെച്ചത്. പക്ഷേ 2018 വരെ ഞാൻ സാറിൻ്റെ തന്നെ ട്രെയിനേഴ്സ് ട്രെയിനിങ് പ്രോഗ്രാം അറ്റൻഡ് ചെയ്തു. അതിൽ ബെസ്റ്റ് ട്രെയിനർ അവാർഡൊക്കെ കിട്ടി. എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല, അത് അടുത്തൊരു ഷിഫ്റ്റായിരുന്നു ആ അവാർഡ് കിട്ടലൊക്കെ. പക്ഷേ അതിലേക്ക് ആ ട്രെയിനേഴ്സ് ട്രെയിനിങ് പ്രോഗ്രാമിലേക്കൊക്കെ പോകുന്നതിന് മുന്നേ തന്നെ ഈ ബേസിക് വർക്ക്ഷോപ്പ് ചെയ്തപ്പോൾ ഈ മൈൻഡ് മാസ്റ്ററി പഠിച്ചപ്പോൾ തന്നെ എൻ്റെ ഉള്ളിൽ ഈ മൈൻഡിനെ എങ്ങനെ മാസ്റ്റർ ചെയ്യാം, എങ്ങനെ നമ്മൾക്ക് റീപ്രോഗ്രാം ചെയ്യാന്നുള്ള റിവയർ ചെയ്യാന്നുള്ള സംഭവം കിട്ടിയപ്പം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്നുള്ള രീതിയിൽ ഞാൻ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് ഫോളോ അപ്പ് ചെയ്യാൻ വേണ്ടി തുടങ്ങി. അപ്പോഴാണ് എനിക്ക് കുറേ കാര്യങ്ങൾ എന്നെക്കുറിച്ചിട്ട് മനസ്സിലായത്. കാരണം അതുവരെ നമ്മളിലേക്കുള്ളൊരു നോട്ടമൊന്നുമില്ല, ഒരു ഫ്ലോനനുസരിച്ച് ഇങ്ങനെ പോകുന്നു, കുറേ കാര്യങ്ങൾ സംഭവിക്കുന്നു, നമ്മൾ ഡെഡിക്കേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യുന്നു, റിസൾട്ട് കിട്ടുന്നു. പക്ഷെ അതിനപ്പുറത്തേക്ക് അതിൽ നിന്ന് ഉള്ളോട്ട് നോക്കിയിട്ട് മനസ്സിലാക്കുന്ന കാര്യങ്ങൾ വളരെ കുറവായിരുന്നു എന്നുള്ള. പക്ഷെ അതിന് ശേഷം ഞാൻ എന്നെ തന്നെ കൂടുതലായിട്ട് പഠിക്കുക എന്നൊരു പോയിന്റിലേക്ക് എത്തിയത്. നമുക്ക് ഗോള് വേണം, വിഷന് വേണം, ഒക്കെ വേണം. പക്ഷെ അതിലേക്ക് പോകുന്നതിനൊപ്പം തന്നെ നമ്മളെ കൂടി എന്താണെന്ന് തിരിച്ചറിഞ്ഞ് പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു ക്ലാരിറ്റി ഉണ്ട്. അത് ആക്ച്വലി എനിക്ക് ഈ മൈൻഡ് മാസ്റ്ററി സംഭവങ്ങൾ പഠിച്ചപ്പോൾ കിട്ടിയിട്ടുള്ളത്. റിഫ്ലക്ഷൻ, ഇൻറ്റേർണലി നോക്കിയിട്ട് എങ്ങനെ നമുക്ക് നമ്മളൊന്ന് സെൽഫ് റിഫ്ലക്റ്റ് ചെയ്യാന്നുള്ളൊരു സംഭവം. അപ്പോൾ ഇത് ഞാൻ ഈ പ്രാക്ടീസുകൾ ഇങ്ങനെ ചെയ്ത് വന്നപ്പോഴേക്കാണ് ഏതോ ഒരു ഘട്ടത്തിൽ എൻ്റെ ഉള്ളും തന്നെ എനിക്ക് തോന്നുന്നു നമ്മളതിലിങ്ങനെ മൈൻഡ് പ്യൂരിഫിക്കേഷൻ തന്നെ പ്രോസസ്സൊക്കെ ഉണ്ട്. നമ്മളിലെ തന്നെ ഇമ്പ്യൂരിറ്റീസൊക്കെ ക്ലിയർ ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ സ്റ്റക്കാക്കുന്ന കാര്യങ്ങൾ ക്ലെൻസ് ചെയ്യാന്ന് പറഞ്ഞ കുറേ സംഭവങ്ങളുണ്ട്. ഇതൊക്കെ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്ത് പോയപ്പോൾ തോന്നുന്നു എനിക്ക് കുറച്ചുകൂടി എൻ്റെ ഉള്ളിൽ കുറച്ചുകൂടി ക്ലാരിറ്റി വന്നതായിരിക്കാം. എൻ്റെ ഉള്ളിൽ നിന്നും ഈ ഉൾവിളി എന്നൊക്കെ പറഞ്ഞ പോലെ ഞാൻ ശരിക്കും അത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. ഈ ഉൾവിളി എന്ന് പറഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് വരുന്ന ഉൾവിളികളല്ല, തുടർച്ചയായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരു കൈൻഡ് ഓഫ് ഒരു ഇന്നർ കോൾ പോലെ എനിക്ക് തോന്നുന്നുണ്ടായിരുന്നു. എൻ്റെ ഉള്ളിൽ തന്നെ സംവൺ ഈസ് ടോക്കിംഗ് ലൈക്ക് ഇതൊന്നും പോരാ, എനിക്കിതിനേക്കാളും കൂടുതൽ കാര്യങ്ങൾ ചെയ്യണം. പക്ഷെ അതൊരിക്കലും ഒരു എന്താ പറയുക, ഒരു ആർത്തി മൂത്തിട്ട് ഉണ്ടാകുന്ന സംഭവമായിട്ടല്ല എനിക്ക് തോന്നിയത്. ഒരു ക്ലിയർ കട്ടായിട്ടുള്ള സ്ട്രോങ് ആയിട്ടുള്ള ഒരു വിഷനോ മിഷനോ ഒറ്റ വരുന്ന പോലെ എനിക്കത് ഫീൽ ചെയ്തിട്ടില്ല. ആ ഫീലിങ്സ് ശരിക്കും നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റും. സോ അതുകൊണ്ട് തന്നെ എൻ്റെ ഉള്ളിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത് എനിക്ക് ഇങ്ങനെയൊന്നും ചെയ്താൽ പോരാ, എനിക്ക് ഇതിനേക്കാളും കൂടുതൽ കാര്യങ്ങൾ ഐ ഹാവ് ടു ഡെലിവർ ടു ദ വേൾഡ്, ഐ ഹാവ് ടു കോൺട്രിബ്യൂട്ട് ടു ദ വേൾഡ്. സോ ഐ ഹാവ് ടു ഗോ ഗ്ലോബൽ, ഐ ഹാവ് ടു റീച്ച് ഔട്ട് ടു മില്യൺസ് ഓഫ് പീപ്പിൾ ആൻഡ് ഐ വാണ്ട് ടു ട്രാൻസ്ഫോം മെനി പീപ്പിൾ എന്നുള്ള സംഭവങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം ഈ ഒരു മൈൻഡ് മാസ്റ്ററി കാര്യങ്ങൾ കിട്ടിയപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത്,
ഞാൻ ഇതുവരെ ചെയ്തുകൊണ്ടിരുന്ന എൻ്റെ ട്യൂഷനൊക്കെ നല്ല സക്സസ്ഫുൾ ആയിട്ട് പോകാനുള്ള പ്രധാന കാരണം അക്കാഡമിക്സിൻ്റെ അപ്പുറത്തേക്ക് ഞാൻ എന്തൊക്കെയോ കുട്ടികൾക്ക് ലൈഫുമായി ബന്ധപ്പെട്ടത് ഷെയർ ചെയ്യുന്നുണ്ടായിരുന്നു. അതെവിടോ എൻ്റെ എക്സ്പീരിയൻസ് തന്നെ പറയായിരുന്നു, പക്ഷെ അതൊന്നും എനിക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതൊക്കെ എനിക്കൊരു ക്ലാരിറ്റി തന്നു. എന്തുകൊണ്ട് ആ സ്ഥാപനം സക്സസ് ആയി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ സ്ഥാപനത്തിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്ത പ്രധാനപ്പെട്ട ഘടകം അവിടെ വരുന്നവർക്ക് അക്കാഡമിക്സിനപ്പുറത്തേക്ക് ഒരു എവല്യൂഷന് ട്രാൻസ്ഫോർമേഷനൊക്കെ സംഭവിക്കുന്നുണ്ടായിരുന്നു. ലൈഫിനെ പറ്റി നല്ലൊരു വ്യൂ, കുറേ വാല്യൂസും മൊറാലിറ്റിയൊക്കെ പഠിച്ച് മുന്നോട്ട് പോകാൻ പാകത്തിന് പാരൻസ് വളരെ ഹാപ്പി ആകുന്ന രീതിയിലേക്ക് കുട്ടികളായി വരാം എന്നുള്ള പ്രോസസ്സൊക്കെ ആക്ച്വലി അവിടെ നടക്കുന്നുണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ എനിക്ക് ഈ പ്രാക്ടീസ് ചെയ്ത് ഇങ്ങനെ പോയപ്പോൾ ഞാൻ മനസ്സിലായത് ഇത് കുറച്ചുകൂടി കണക്റ്റിംഗ് ആവുന്നുണ്ട്. അപ്പോൾ ആ പോയിന്റിൽ നിന്ന് എനിക്ക് തോന്നിയത് അങ്ങനെയാണെങ്കിൽ എനിക്ക് കുറേ ആൾക്കാരെ ഇൻസ്പയർ ചെയ്യണം, കുറേ ആൾക്കാരെ ട്രാൻസ്ഫോം ചെയ്യണം, കുറേ ആൾക്കാരിലേക്ക് എത്തിച്ചേരണം എന്ന ചിന്തകളൊക്കെ വരാൻ തുടങ്ങി. പക്ഷെ എങ്ങനെ കുറേ ആൾക്കാരിലേക്ക് എത്തിച്ചേരും, എങ്ങനെയാണ് ആ പദ്ധതി സംഭവിക്കുക എന്നൊന്നും മൈൻഡിലില്ല. പക്ഷെ ഇതെന്നെ ഇങ്ങനെ വല്ലാണ്ട് ഉള്ളിൻ്റെ ഉള്ളിൽ എവിടെയൊക്കെയോ അലട്ടിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ മാത്രമല്ല, ഞാൻ ട്യൂഷനിൽ നോക്കിയിട്ടുള്ളൊരു കാര്യം, കുട്ടികളൊക്കെ ആയിട്ട് നമ്മൾ ഇടപഴകുന്ന സമയത്ത് തന്നെ ക്ലാസ് റൂമിൻ്റെ അപ്പുറത്തേക്ക് നാച്ചുറലി ചില ഇരുത്തങ്ങൾ സംഭവിക്കും. നമ്മൾ വളരെ വൈബായിട്ടിരിക്കുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഞാനിങ്ങനെ ഉണ്ടാകുമ്പോൾ കുട്ടികൾ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ സംസാരിക്കുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അതൊരു സീരിയസ് ടോക്കായിട്ട് മാറും. ആ സംസാരത്തിൽ പലപ്പോഴും ഈ യൂണിവേഴ്സിനെ കുറിച്ചിട്ട്, ലൈഫിനെ കുറിച്ചിട്ട്, അതുപോലെ തന്നെ നമ്മുടെ ഈ സെൽഫിനെ കുറിച്ചിട്ട് ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള കുറേ പെർസ്പെക്റ്റീവ്സൊക്കെ, കുറേ ഡീപ്പർ ഫിലോസഫീസ് കാര്യങ്ങളൊക്കെ നാച്ചുറലി ഡിസ്കഷനിൽ വരുന്നത് കാണാൻ പറ്റി. ആ സമയത്ത് ചുറ്റിലൊക്കെ ബഹളമാണെങ്കിൽ കൂടി പല കുട്ടികളും പല കളിയിലും ചിരിയിലൊക്കെ ആയിട്ട് ഫ്രീ ടൈം ആകുമ്പോൾ ആയിരിക്കുമല്ലോ, പക്ഷെ പെട്ടെന്നൊരു പിൻ ഡ്രോപ്പ് സൈലൻസ് എൻ്റെ ചുറ്റിൽ വരുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. കാരണം എല്ലാവരും കളിയും ചിരിയും തമാശയൊക്കെ നിർത്തി എന്തിലേക്കോ ആകർഷിക്കപ്പെടുന്ന പോലെ ഇങ്ങനെ വന്ന് ഇതിങ്ങനെ കേൾക്കാനിരിക്കും. ശരിക്കും ഇന്നൊക്കെ നടക്കുന്ന ചില ഗൈഡഡ് സിറ്റിങ്ങുകളുടെ ഒരു ഉത്ഭവം എന്ന് പറയുന്നത് ആ മൊമെൻറ്റുകളാണ്. എൻ്റെ ആ ഇന്നർ റിയാലിറ്റിയിലേക്ക് ഇങ്ങനെ ആ ഇന്നർ കോൾ ഇങ്ങനെ വരുന്നതിൻ്റെ ഇടയിൽ നമുക്ക് ചില ഇൻഡിക്കേഷൻസ് കിട്ടാമെന്നൊക്കെ പറയല്ലോ, സൂചനകൾ, ദൃഷ്ടാന്തങ്ങൾ. ഞാൻ ഇൻഡിക്കേഷൻസിൽ സ്ട്രോങ് ആയിട്ട് ബിലീവ് ചെയ്യുന്ന ഒരാളാണ്. അതും പറയുമ്പോൾ ഒരു ഇൻവേർട്ടഡ് കോമട്ട് വരണം. നമ്മൾ ഈ ലോ ഓഫ് അട്രാക്ഷൻ സ്റ്റെപ്സ് പറയുമ്പം കണ്ടതും പിടിച്ചതും തൊട്ടതൊക്കെ ഇൻഡിക്കേഷനാക്കി മാറ്റുക എന്നതിനപ്പുറത്തേക്ക് നമ്മൾ വളരെ നാച്ചുറലായിട്ടിരിക്കും. നമ്മൾ പോലും എക്സ്പെക്റ്റ് ചെയ്യാത്ത സമയത്ത് വന്നു ചേരുന്ന ചില മൊമെൻറ്റുകളുണ്ട്. അത്തരം ഇൻഡിക്കേഷൻസ് ആയിട്ടാണ് ഞാൻ അതിനൊക്കെ ഇപ്പം നോക്കിക്കാണുന്നത്. കാരണം ദൃഷ്ടാന്തങ്ങൾ എന്നുള്ളത് നമുക്ക് ഉറപ്പിച്ചിട്ടുള്ളൊരു സംഭവമാണ്. അതായത് അത് ഇറ്റ് ഈസ് ഫോർ ഷുവർ നമുക്ക് എല്ലാവർക്കും ദൃഷ്ടാന്തങ്ങൾ കിട്ടുമെന്നുള്ളതാണ്. മനുഷ്യർക്കുള്ളതാണ് ദൃഷ്ടാന്തങ്ങൾ. ദൃഷ്ടാന്തങ്ങളിലൂടെയും സൂചനകളിലൂടെയും തന്നെയാണ് മനുഷ്യനിവിടെ എല്ലാത്തിലേക്കും എത്തിച്ചേർത്തുള്ള എല്ലാം കണ്ടെത്തിയിട്ടുള്ളത് എന്നുള്ളതാണ്. അറിയാത്തതിനെ അറിയാനുള്ള അന്വേഷണമാണല്ലോ ജീവിതം. അപ്പോൾ എനിക്ക് അറിയുമായിരുന്നില്ല ഞാൻ ഇന്ന് ഈ ഒരു മേഖലയിലാണ് വന്ന് എക്സ്പ്ലോർ ചെയ്യേണ്ടത്. അപ്പം എൻ്റെ അറിയാത്ത ഏരിയകൾ ഏതാണ് അതിലേക്ക് എന്നെ നയിക്കാൻ ഇത്തരം സൂചനകൾ ആവശ്യമായിരുന്നു. അപ്പോൾ ആ ഒരു പിൻ ഡ്രോപ്പ് സൈലൻസ് എൻ്റെ ചുറ്റിലും എല്ലാ കുട്ടികളും ടീനേജേഴ്സാണെന്ന് ഓർക്കണം. അവർ വന്നിട്ട് വളരെ കാമായി സൈലൻ്റായിട്ട് ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിലേക്ക് വരുന്നു. പിന്നെ അത് ചിലപ്പോൾ മണിക്കൂറുകളോളം നീണ്ടുപോയാലും ആർക്കും ഒരു കുഴപ്പമില്ല. ചിലപ്പോൾ ചില കുട്ടികൾ അവിടെ നിൽക്കുന്നവർ നിൽക്കുന്ന അതേ പോയിന്റിൽ തന്നെ സ്റ്റക്കായിട്ട് ഇങ്ങനെ കേട്ടിരിക്കുന്നുണ്ടായിരിക്കും. ഞാനൊരു ഇരുത്തത്തിലാണെങ്കിൽ അവിടെ അങ്ങനെ ഒറ്റ ഇരുത്തത്തിൽ ഇങ്ങനെ സംസാരിച്ച് പോകുമായിരിക്കുന്നില്ല. സമയം പോണതൊന്നും നമ്മൾ അറിയാറില്ല. അപ്പോൾ എനിക്ക് മനസ്സിലായി ദർ ഈസ് സംതിങ് മോർ ഡീപ്പർ, കുറച്ചുകൂടി ഡീപ്പറായിട്ട് എന്തൊക്കെയോ എനിക്ക് കൺവേ ചെയ്യാനുണ്ട്. അത് അക്കാഡമിക്സിൻ്റെ അപ്പുറത്തേക്കുള്ളൊരു സംഭവമാണെന്ന് കൂടി ക്ലാരിറ്റി കിട്ടി. അപ്പോൾ ഇതിനൊക്കെ ഞാൻ കണക്ട് ചെയ്തൊരു രീതി എനിക്ക് എന്തൊക്കെയോ ചെയ്യാനുണ്ടെന്ന് പറയുമ്പം ഇങ്ങനെ നാച്ചുറലി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഗൈഡഡ് ടോക്കുകൾ, ഗൈഡഡായിട്ട് വരുന്ന നാച്ചുറലായിട്ട് വരുന്നുകൊണ്ടിരിക്കുന്ന വിസ്ഡംസ്, ഇതുമായി ബന്ധപ്പെട്ടിട്ടായിരിക്കാം എനിക്കും എന്തൊക്കെയോ ചെയ്യാനുള്ളത് എനിക്ക് മനസ്സിലായി. കാരണം ആ സമയത്ത് ഇങ്ങനത്തെ ടോക്കുകളൊക്കെ നാച്ചുറലി സംഭവിക്കുമ്പോൾ ഞാൻ പോലും അത്ഭുതപ്പെട്ടിട്ടുണ്ട്. ഞാൻ തന്നെ ചിന്തിക്കുകയും എവിടെ നിന്നാണ് എനിക്ക് ഈ വിസ്ഡംസ് ഒക്കെ വരുന്നത്, എവിടെ നിന്നാണ് ഇത്രത്തോളം ക്ലാരിറ്റി, ഇത്രത്തോളം കണക്ഷൻസ്, ഇത്രയും ഫ്ലോയിൽ വിസ്ഡം കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഞാൻ തന്നെ പലപ്പോഴും അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ടെന്നുള്ളത്. അപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ ഉള്ളിൽ നിന്നും തന്നെ സംവേർ, നമ്മളിപ്പം ഈ ഹയർ സെൽഫ്, ഹയർ റെൽം എന്നൊക്കെ പറഞ്ഞ പോലെ എൻ്റെ ഉള്ളിൽ തന്നെ ഞാൻ അറിയാതിരിക്കുന്ന ഒരു പൂൾ ഓഫ് വിസ്ഡം ഉണ്ട്. എല്ലാ മനുഷ്യരുടെ ഉള്ളിൽ ഇതുണ്ടെന്നുള്ള രസം. ചില സമയത്ത് ചില ആൾക്കാർ ചില സ്പെസിഫിക് ആയിട്ടുള്ള ഏരിയകളിൽ സംസാരിച്ച് കഴിഞ്ഞാൽ അവരെന്നെ ചിന്തിക്കും ഇതിപ്പോൾ ഞാൻ തന്നെയാണോ പറഞ്ഞത്. ചില കേട്ട ആൾക്കാർ ചോദിക്കുമോ നിങ്ങൾക്ക് ഇത്രയും അറിവുണ്ടായിരുന്നോ, നിങ്ങൾക്ക് അവിടുന്ന് എത്രയും വലിയ അറിവുകളെ കിട്ടിയത്. പറഞ്ഞ ആളും കേട്ട ആളും അത്ഭുതപ്പെട്ട് പോണ പോലെ തന്നെ എനിക്കും മനസ്സിലായി എൻ്റെ ഉള്ളിലും ഇതേപോലെ തന്നെ എന്നെ എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്ന അല്ലെങ്കിൽ എന്നെ അത്ഭുതപ്പെടുത്തുന്ന, എന്നെ എന്താ പറയുക, അങ്ങനെ നിശ്ചലമാക്കി കളയുന്ന ചില കൈൻഡ് ഓഫ് വിസ്ഡംസ് ഇങ്ങനെ വരുന്നുണ്ടെന്നുള്ളൊരു കാര്യം എനിക്ക് മനസ്സിലായി. അപ്പോൾ അതൊരു നെക്സ്റ്റ് ലെവൽ ഓഫ് അവേക്കണിങ് എന്ന് വേണമെങ്കിൽ പറയാം. ഞാനിങ്ങനെ മാറി നോക്കും എന്താണ് ആ സമയത്ത് സംഭവിച്ചത് ഈ ടോക്കുകൾ വരുന്ന സമയത്ത്. അപ്പോൾ ഐ ഫെൽറ്റ് ലൈക്ക് സമൺ ഈസ് സ്പീക്കിംഗ് ഇൻസൈഡ് മീ. എൻ്റെ ഉള്ളിൽ നിന്ന് ആരോ എനിക്കറിയാവുന്നതിനേക്കാളും വലിയ എന്തൊക്കെയോ വിസ്ഡംസ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ കണ്ടെത്താത്ത എന്നിലൊരു വേർഷൻ എന്ന് വേണമെങ്കിൽ പറയാം. ഇങ്ങനെയൊക്കെ തന്നെ ആണല്ലോ എല്ലാവരും പലതും കണ്ടെത്തുന്നത്. ഓരോ മൊമെൻ്റ് എത്തുമ്പോൾ സമയമാകുമ്പോൾ ഓരോന്ന് റിവീൽ ചെയ്യുമെന്ന് പറഞ്ഞതുപോലെ തന്നെ
അങ്ങനെ സംഭവിച്ചതാണ്. അപ്പം ഇത് ഇങ്ങനെ ഉണ്ടായ സമയത്ത് എനിക്ക് എന്നോട് തന്നെ നാച്ചുറലി വല്ലാത്തൊരു റെസ്പെക്റ്റ് തോന്നാൻ തുടങ്ങി. കാരണം ദർ ഈസ് സംതിങ് ഹാപ്പനിങ്, ദർ ഈസ് സം വിസ്ഡംസ് ഈസ് കമ്മിങ്. അപ്പോൾ ഒരു അദ്നാൻ സാറ് ഒരു ടീച്ചർ എന്നതിനപ്പുറത്തേക്ക് അതിൻ്റെയൊക്കെ മീതിയുള്ള കുറേ ഗ്രേറ്റ് വിസ്ഡംസ് ആ ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ അതിനൊന്ന് ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ ഉള്ളിൽ തന്നെ നമ്മൾ സെൽഫ് ലവ്, സെൽഫ് റെസ്പെക്ട് എന്നൊക്കെ പറഞ്ഞതുപോലെ എൻ്റെ ഉള്ളിൽ തന്നെ ഞാൻ 2 പാർട്ടായിട്ട് കീപ്പ് ചെയ്തു. ഇത്രയും വലിയ ഈ സറൗണ്ടിങ്സിനൊക്കെ പെട്ടെന്ന് സൈലൻ്റ് ആക്കി കളയുന്ന ആ എനിക്ക് പോലും അറിയാത്ത വിസ്ഡം ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കുന്ന എന്നിലെ പാർട്ടിന്, എന്നിലെ വേർഷന് ഞാൻ ADN എന്നൊരു പേര് കൊടുത്തു. കാരണം ദാറ്റ് പാർട്ട് ഈസ് ദ പാർട്ട് ഫ്രം ദ ADN. എന്നുള്ളിൽ ADN എന്ന് പറഞ്ഞൊരു വേർഷൻ എന്നാണ് ഇത് വന്നുകൊണ്ടിരിക്കുന്നത്. കുട്ടികളെ പഠിപ്പിക്കാൻ പറ്റുള്ള കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങി സിംപ്ലി അദ്നാൻ സാർ എന്നുള്ളൊരു മോഡൽ വെച്ചിട്ട് ഞാൻ അതിനങ്ങനെ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് വെച്ചു. എനിക്ക് തന്നെ ഒന്ന് നോട്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ തുടരെ ക്ലാസ് റൂമിൽ ഇതിങ്ങനെ ട്യൂഷനിൽ ഇങ്ങനെ അത് സംഭവിച്ചു വന്നപ്പോഴേക്ക് കുട്ടികളും വളരെയായിട്ട് അതിനായിട്ട് ഇങ്ങനെ എക്സൈറ്റ് ചെയ്തിരിക്കുന്നുണ്ട്. ആ യങ് ആയിട്ടുള്ള ഏജിലുള്ള ഈ കുട്ടികളൊക്കെ ഇത്രയും ഡീപ്പ് വിസ്ഡംസ് ഒക്കെ ഇത്ര ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ വേണ്ടി എന്തൂസിയാസ്റ്റിക് ആയിട്ട് ഇരിക്കാമെന്ന് കാണുമ്പോൾ എനിക്ക് അതിലൊരു മാജിക് ഫീൽ ചെയ്തിരുന്നു. അപ്പോൾ ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ ഉള്ളിലെ ADN സംസാരിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. എന്നോട് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. എൻ്റെ ഉള്ളിലെ ADN ചുറ്റിലുള്ള കുട്ടികളോട് എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട്. ഇത് കുട്ടികളോടുള്ള സംസാരമല്ല എന്ന് ഞാൻ മനസ്സിലാക്കി. ഇവിടെ പറഞ്ഞു തുടക്കുന്നത് ലോകത്തിനോട് സംസാരിക്കാനുള്ളതാണ്, പുറത്തേക്ക് സംസാരിക്കാനുള്ളത്. അവിടെ നിന്നാണ് ഞാൻ ആക്ച്വലി എൻ്റെ ഉള്ളിൽ ഈ മിഷൻ, ഈ ക്ലാരിറ്റിയിൽ എനിക്ക് കിട്ടുന്നത് ADN ടോക്സ്. അപ്പോൾ എന്തൊക്കെയോ ചെയ്യണം ചിന്തിച്ചിടത്തൊന്നും നമ്മളെ മനസ്സ് തന്നെ കുറച്ച് വെയിറ്റ് ചെയ്തപ്പോൾ ഉത്തരം തരാം. ഇതിന്നാണ് ഞാൻ ഫോളോ യുവർ ഹാർട്ട്, നോ മോർ ക്വസ്റ്റ്യൻ ഈസ് ദ ആൻസർ എന്നൊക്കെ ഞാൻ ചില വിസ്ഡമായിട്ട് പറയാറുണ്ട്. ദാറ്റ് മീൻസ് ചില കാര്യങ്ങൾ നമ്മൾ ചോദ്യം ചെയ്യാതെ വെക്കുക, ജസ്റ്റ് വെയിറ്റ്. നിങ്ങൾക്ക് ആരാണോ ചോദ്യങ്ങൾ ഇട്ട് തന്നത് അവരെന്നെ ഉത്തരം തരും. അപ്പോൾ എൻ്റെ ഉള്ളിലൊരു ചോദ്യമായിരുന്നു, ഇങ്ങനെ ചെയ്താൽ മതിയോ? അല്ല, കുറേ കാര്യങ്ങൾ ചെയ്യണം. എങ്ങനെയെന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ കാമായിട്ട് ചെയ്യാനുള്ള കാര്യങ്ങൾ ഇങ്ങനെ ചെയ്തു പോയപ്പോൾ എൻ്റെ ഉള്ളിൽ തന്നെ റിവീൽ ചെയ്തതാണ്, സി ദർ ഇസ് എ വേർഷൻ ഇൻ യു, ലിസൺ ടു ദാറ്റ് ആൻഡ് ഹൗ ദിസ് പ്രോസസ് ഈസ് ഹാപ്പനിങ്. അപ്പോൾ കീനായിട്ട് നമ്മളെ തന്നെ ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നമ്മളെ പർപ്പസിലേക്ക് കണക്ട് ചെയ്യുന്ന ചില ലെയേഴ്സ്. അതിൽ നമ്മുടെ പാഷനും ഉണ്ടായിരിക്കും. എനിക്ക് ആ ഒരു സംസാരങ്ങളാണ് എന്നെ ആ ട്യൂഷനിൽ ഒരുപാട് സമയം നിലനിർത്തിയത്. ആ സംസാരം എന്ന് പറഞ്ഞാൽ ആ പാഷനേറ്റ് ആയിട്ട് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് ആ ഗൈഡഡ് ടോക്കുകളും മോഡിലുള്ള സംഭവങ്ങൾ. അപ്പം ഇതെനിക്ക് ഇങ്ങനെ കണക്ട് ചെയ്ത് കിട്ടിയപ്പോഴാണ് ഞാൻ ADN ടോക്സ് എന്ന പേരിലേക്ക് എത്തുന്നതും, എന്നാൽ ADN സംസാരിക്കട്ടെ, ADN ടോക്സ് എന്നുള്ള മോഡിലേക്ക് എത്തുന്നതും. എൻ്റെ മിഷൻ എന്ന് പറയുന്നത് ഈ മോഡിലാണ് കൊണ്ടുപോകാനുള്ളത്. ഇതിനി ബാക്കി എന്താണെന്ന് എനിക്കറിയില്ല. ബാക്കി എന്താണെന്നുള്ളത് പിന്നീട് വരണം. ഞാൻ ക്ഷമയോടുകൂടി കാത്തിരുന്നത് തന്നെയാണ്. അതാണ് ആക്ച്വലി ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ADN ടോക്സ് എന്ന പ്രസ്ഥാനവും. അതിൽ നോക്കിയാൽ അവിടെ ഒരു ക്ലാസ് മുറിയിൽ പലപ്പോഴായിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്ന ഒരു കണക്ഷനും ഒന്നുമില്ലാണ്ട് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത് കണക്ട് ചെയ്ത് പോയ ടോക്കുകളാണ് പിന്നെ ഇന്നിപ്പോൾ നമുക്ക് നോക്കിയാൽ ഗൈഡഡ് ടോക്കായിട്ട് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഏകദേശം 223 ആഴ്ചകൾ നമ്മൾ പിന്നിട്ടു ഗൈഡഡ് ടോക്കുമായി ബന്ധപ്പെട്ടിട്ട്. അപ്പോൾ അത്രയും മാസങ്ങൾ, വർഷങ്ങൾ നീണ്ടു നിൽക്കുന്ന രീതിയിലേക്ക് അത് മാറിയിട്ടുണ്ടെങ്കിൽ ഞാൻ വീണ്ടും ഒന്ന് റീകണക്ട് ചെയ്ത് തരാം. 9ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരുന്ന ഞാൻ ടീച്ചേഴ്സ് ഡേൻ്റെ അന്ന് ഒരു ക്ലാസ് എടുത്തോടത്തുനിന്നും തുടങ്ങിയ ടീച്ചിങ് എവല്യൂഷനിൽ നിന്നും ഇന്ന് അത് ട്രാൻസ്ഫോർമേഷണൽ എവല്യൂഷനിലേക്ക് വീണ്ടും അന്നൊരു ക്ലാസ് റൂമിൽ ഇരുന്ന് വെറുതെ ഇങ്ങനെ കൊടുത്തുകൊണ്ടിരുന്ന വിസിറ്റങ്ങൾ മാറുന്നുണ്ടെങ്കിൽ ഒന്നും വെറുതെ സംഭവിക്കണമല്ല നമ്മുടെ ലൈഫിൽ. എല്ലാ കാര്യങ്ങൾക്കും പിറകിലൊരു കാരണമുണ്ട്. പക്ഷെ ഞാൻ പേഴ്സണലി വിശ്വസിക്കാറ് സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങളും നല്ലതിന് വേണ്ടി എന്ന് പറയുമല്ലോ. അപ്പോൾ ഞാനതിനെ പൊതുവേ ഫ്രെയിം ചെയ്തിട്ടുള്ളത് എവറിത്തിങ് ഹാപ്പൻസ് ഫോർ എ ബ്ലെസ്ഡ് റീസൺ എന്നുള്ളതാണ്. ഇവിടെ പഠിക്കുന്ന എല്ലാവരും അത് പറയാറുണ്ട്. വെറുതെ ഒരു കാരണമല്ല. എൻ്റെ ലൈഫിൽ ഞാൻ നോക്കുന്ന സമയത്ത് ആ സംഭവിച്ച ഓരോ കാര്യങ്ങൾക്ക് പിറകിലും കാരണം ഉണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ ഒരു അനുഗ്രഹീതമായ കാരണങ്ങളായിരുന്നു എന്നുള്ളതാണ്. ആ ക്ലാസ് റൂമിൽ സംഭവിച്ചതാട്ടെ ഒരു ബ്ലെസ്ഡ് റീസൺ ആയിരുന്നു. അപ്പോൾ എല്ലാം ഒരു ബ്ലെസ്ഡ് റീസണിന് വേണ്ടിയിട്ടാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ വീഡിയോ സീരീസ് തുടക്കാമെന്ന് പറഞ്ഞാലും ഇപ്പോൾ ഇത് തുടങ്ങാൻ പ്രത്യേകിച്ച് വല്ല കാര്യങ്ങളുണ്ടോ ചോദിച്ചാൽ ഐ ഡോണ്ട് നോ. ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങണം എന്ന് തോന്നുന്നു, തുടങ്ങുന്നു, തുടരുന്നു. പക്ഷെ ഇതിന് വേറൊരു മീനിങ് ഉണ്ടായിരിക്കാം. അത് ചിലപ്പോൾ ഇപ്പോൾ ആയിരിക്കില്ല. ഞാൻ ഒരു പക്ഷേ കുറേ കഴിഞ്ഞിട്ടായിരിക്കും ഈ വീഡിയോ സീരീസ് തുടയ്ക്കുന്നതിന് പിറകിലുള്ള ബ്ലെസ്ഡ് റീസണെ പറ്റി സംസാരിച്ചുകൊണ്ടിരിക്കാം. അപ്പം ഇത്രയും കേട്ട നിങ്ങളോട് എനിക്ക് പറയാനുള്ള കാര്യം, ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളും മുന്നേ സംഭവിച്ചുകൊണ്ടിരുന്ന കാര്യങ്ങളൊക്കെ ഇതേപോലെ ഒന്ന് കണക്ട് ചെയ്ത് നോക്കിയേ നിങ്ങൾക്ക് ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ കാണാൻ വേണ്ടി പറ്റുന്നതാണ്. ചില പാതകൾ പിന്നിട്ട് കഴിഞ്ഞ് പിറകോട്ട് നോക്കുമ്പോഴാണ് അതിൻ്റെ ഉള്ളിലെ ദൃഷ്ടാന്തങ്ങൾ നമുക്ക് കണ്ടെത്താൻ വേണ്ടി പറ്റാവുന്നതാണ്. അങ്ങനെയാണ് സൃഷ്ടാവിൻ്റെ പസിൽ എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ ഒരു പസിൽ ഫില്ല് ചെയ്യാൻ വേണ്ടി വന്നതാണല്ലോ. ഞാനെപ്പോൾ എൻ്റെ ലൈഫിലേക്ക് ഈ പസിൽ ഇങ്ങനെ കണക്ട് ചെയ്ത് നോക്കും, പസിലുകൾ ഇങ്ങനെ ഫില്ല് ചെയ്ത് നോക്കും. നല്ല രസമാണ് ആ കണക്ടിവിറ്റി കാണാൻ. എഗെയിൻ ബാക്ക് 9th സ്റ്റാൻഡേർഡിൽ തുടങ്ങിയവർക്കൊന്നും ഇവിടെ വരെയുള്ള ജേണി നോക്കുമ്പോൾ എന്ത് രസകരമായിട്ടാണ് പഠിച്ചവൻ തുന്നിക്കോർത്ത് വെച്ചിരിക്കുന്നത് എന്നുള്ളൊരു എക്സ്പീരിയൻസ്. ദാറ്റ് ഈസ് റിയലി അമേസിങ്.